ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ 2024-26 അക്കാഡമിക് ഇയറിൽ വിവിധ കോഴ്സുകളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ നിലവിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അതായത് ഈ അക്കാഡമിക് വർഷത്തെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലൂടെയാണ് നിലവിൽ അതായത് എല്ലാ കോഴ്സുകളിലും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ അതായത് വിവിധ കോഴ്സുകൾക്ക് ഇപ്പോഴും അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഓരോ കോഴ്സും നോക്കാം. അതായത് ഡിഗ്രി, PG, BEd ഉൾപ്പെടെയുള്ള ഓരോ കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം. PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് ഇനിയും അഡ്മിഷൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അതായത് ശ്രദ്ധിക്കുക, അതായത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാനും അതേപോലെ തന്നെ അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുവാനും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിൽ 5/9/2024 വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിൽ 5/9/2024 വരെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി കോട്ട രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കോളേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുവാൻ സാധിക്കും. ഈ ഒരു ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 5/9/2024. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷനാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും അതായത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും 5/9/2024 പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി ഇതുവരെയും അപേക്ഷ കൊടുക്കാതെ വിദ്യാർത്ഥികളും അത്തരത്തെ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 5/9/2024. ഇനി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 6/9/2024. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 7/9/2024. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് 9/9/2024 അതേപോലെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 10/9/2024. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളിവിടെ ന്യൂ വേക്കൻസി പൊസിഷൻ S1 29/8 എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 20ഓളം ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത കോളേജുകൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എല്ലാ കോളേജിലെയും ഒഴിവുകൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിവുകൾ നോക്കിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതേപോലെ ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളും ഇനി നിലവിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കുവാൻ സാധിക്കുന്നു. കാരണം ഓൾറെഡി ഇപ്പോൾ വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിടുക. ഇനി അതേപോലെ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജിലോട്ട് മാറണമെങ്കിൽ ഇപ്പോൾ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത കോളേജ് നോക്കിയിട്ട് പുതുതായിട്ട് നിങ്ങൾ വീണ്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോട്ട് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിൻ ചെയ്ത കോളേജ് നിങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് എടുത്ത കോളേജ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഇനി അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ PG അഡ്മിഷന് തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡേറ്റ് 5/9/2024. ഈ ഒരു അവസരം PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ അറിയിക്കുക. ഇനി നമുക്ക് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് നോക്കാം. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാന ഘട്ടമായിട്ടുള്ള കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ 30/8/2024 നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും ഏതെങ്കിലും കോളേജുകളിൽ സീറ്റുകൾ വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത അതേ സീറ്റുകളോട്ട് ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് അഡ്മിഷനോടെ സീറ്റുകൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും കോളേജിൽ സീറ്റുകൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഡിഗ്രി അഡ്മിഷൻ സംബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് കൂടി നോക്കാം. BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റും അതായത് നേരത്തെ കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും ഉള്ളത്. അതേ രീതിയിൽ
തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അതായത് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് B.Ed സ്പോട്ട് അഡ്മിഷൻ കൂടി നേരത്തെ ലാസ്റ്റ് രണ്ടാം ഘട്ടം ഒന്നുകൂടി, അതായത് നേരത്തെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തു. അതിനുശേഷം വീണ്ടും കുറച്ച് സീറ്റുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷന് വേണ്ടി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും സീറ്റുകൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾമോസ്റ്റ് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് തന്നെ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അലോട്ട്മെൻറ്റ്, അതായത് സ്പോട്ട് അഡ്മിഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാരണത്താൽ വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സീറ്റുകൾ വേക്കൻസി വരാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 99.9 എന്ന് പറയാം സീറ്റുകൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പരമാവധി അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ B.Ed അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് റെഗുലർ ആയിട്ടുള്ള B.Ed പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കരിയർ വേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ അതുവഴി വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ അയച്ചതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് കൃത്യമായിട്ട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് B.Ed കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കരിയർ വേണ്ട ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരാണ് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചില്ല എങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അതിൽ എൻ്റെ നമ്പർ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഗൈഡൻസും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കേരള യൂണിവേഴ്സിറ്റി നിലവിലിതാണ്. ഇപ്പോൾ ഈ അക്കാഡമിക് വർഷത്തെ B.Ed അഡ്മിഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി PG B.Ed അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിൽ ഇൻഫർമേഷൻ അറിയിച്ചു കൊടുക്കുവാനും അഡ്മിഷൻ അതേപോലെ എഡ്യൂക്കേഷൻ അതേപോലെ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.